പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകം ഞെട്ടിയൊരു ദിവസം തന്നെയായിരിക്കും ഇന്നലെ. സ്പെയിൻ വേഴ്സസ് കേപ്പ് വെർദെ മത്സരം എന്തായാലും സ്പെയിൻ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സമനിലയിൽ കേപ്പ് വെർദെ സ്പെയിനെ തളച്ചിരിക്കുകയായിരുന്നു. ആദ്യമായി വേൾഡ് കപ്പ് കളിക്കാൻ വരുന്ന ടീം ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. 40 വയസ്സുകാരനായിട്ടുള്ള വൊസീനയുടെ മുന്നിൽ സ്പെയിൻ താരങ്ങളെല്ലാം മുട്ടുമടക്കുകയായിരുന്നു. അത്രയും കിടിലൻ സേവുകളായിരുന്നു മത്സരത്തിൽ വൊസീനയുടെ ഭാഗത്തു നിന്ന് കണ്ടിരുന്നത്. ഇൻസൈഡ് ബോക്സിൽ നിന്നും 6 സേവുകളായിരുന്നു വൊസീന ഇന്നലത്തെ മത്സരത്തിൽ നടത്തിയത്. 3 ഡൈവിംഗ് സേവുകളും ഉണ്ടായിരുന്നു. ഔട്ട്സൈഡ് ബോക്സിൽ നിന്നും ഒരു സേവും ഉണ്ടായി. ഗോളെന്ന് ഉറപ്പിച്ച പല ഷോട്ടുകളും വൊസീന ഇന്നലെ സേവ് ചെയ്യുകയായിരുന്നു. അടുത്ത മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചും ഇദ്ദേഹം തന്നെയാണ്. വെറും ഒറ്റ മത്സരം കൊണ്ട് ഇദ്ദേഹത്തിന്റെ റേഞ്ച് തന്നെ മാറിയിരിക്കുകയാണ്. വെറും ഒറ്റ മത്സരം കൊണ്ട് നിലവിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 4 മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സാണ് നിലവിൽ താരത്തിനുള്ളത്. ഒരു ചരിത്രം തന്നെയാണ് നിലവിൽ ഇപ്പോൾ കേപ്പ് വെർദെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഡിഫെൻസീവലി എല്ലാ സ്പെയിൻ താരങ്ങളെയും പൂട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും. ഏറെ നാളത്തെ പരിക്കിന് ശേഷം ഇന്നലെ പകരക്കാരനായിട്ടായിരുന്നു ലമീൻ യമാൽ കളത്തിലിറങ്ങിയിരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വളരെ ലേറ്റായി പോയി. പകരക്കാരനായി വന്ന യമാൽ ഒരുപാട് നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കേപ്പ് വെർദെയുടെ ഡിഫൻസിന് മുന്നിൽ വീണു പോവുകയായിരുന്നു. മത്സരത്തിന് ശേഷം യമാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് ശേഷം ഞങ്ങൾ ഒരു പോയിന്റ് ചേർക്കുകയാണ്. ഇതൊരു നീണ്ട ടൂർണമെന്റ് ആണ് എന്നും ഞങ്ങളുടെ ലക്ഷ്യം ഇനിയും അകലെയാണ് എന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പ്രവർത്തനം ഇനിയും തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം മാറും, അതിൽ നിങ്ങൾ സംശയിക്കണം. പരിക്കേറ്റ ശേഷം വീണ്ടും കളിക്കാൻ അനുവദിച്ച ദൈവത്തോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ യാത്രയിൽ എല്ലാ ചുവടിലും എന്നെ പിന്തുണച്ച് കൂടെ നിന്ന എൻ്റെ കുടുംബത്തിനോടും നന്ദി പറയുകയാണ്. സ്പെയിൻ ശക്തരായി തന്നെ തിരിച്ചു വരുമെന്നാണ് യമാൽ പറയുന്നത്. മത്സരവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.